ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കടന്നുകയറി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച പണവും മൊബൈൽ ഫോണും കൈക്കലാക്കി കടന്നുകളഞ്ഞ പ്രതികളെ പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജൂൺ 28-ന് രാത്രി 9:30 കൊട്ടിയം പീടികമുക്കിൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മാടന്നട സ്വദേശി ഓട്ടോ ഡ്രൈവറായ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം എത്തി കതകിന് മുട്ടുകയും തൊഴിലാളികളിൽ ഒരാൾ വന്ന് കതക് തുറക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ 5 പേരും അകത്ത് കയറി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച പണവും മൊബൈൽ ഫോണും തരാൻ ആവശ്യപ്പെടുകയായിരുന്നു. പണവും മൊബൈൽ ഫോണും കൈക്കലാക്കി ഇവർ കടന്നുകളഞ്ഞു. തുടർന്ന് കൊട്ടിയം പോലീസിൽ തൊഴിലാളികൾ പരാതി കൊടുക്കുകയും പ്രതികൾ സഞ്ചരിക്കുന്ന ഓട്ടോ കേന്ദ്രമാക്കി കൊട്ടിയം പോലീസ് അന്വേഷണം നടക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പ്രതികളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഹരികൃഷ്ണൻ, അഹമ്മദ് ഷാ എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മാടന്നട സ്വദേശി ഷൈൻ, രഞ്ജിത്ത്, വിപിൻ എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊട്ടിയം SHO പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SI നിധിൻ നടന്റെ നേതൃത്വത്തിൽ SIമാരായ അനിൽകുമാർ, ജോയ്, CPOമാരായ പ്രവീൺ ചന്ദ്, രമ്യ, വിനോദ് തുടങ്ങിയവർ അന്വേഷണത്തിൽ പങ്കെടുത്തു. വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.